യേശുവിന്റെ പീഡാനുഭവ മരണ ഉത്ഥാനത്തെ അനുസ്മരിച്ച് നോമ്പിന്റെ അവസാന നാളിൽ അനുതാപത്തിന്റെ പരിഹാര പരിത്യാഗ അനുഷ്ഠാനവുമായി കുടമാളൂർ സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയത്തിൽ നീന്തുനേർച്ച. നാളെ രാവിലെ 6-ന് ആരംഭിക്കുന്ന നീന്തുനേർച്ച ദുഃഖവെള്ളി പാതിര വരെ നീളും. കുടമാളൂർ പള്ളിയിലെത്തുന്ന അനേകായിരങ്ങൾ അനുഗ്രഹം പ്രാപിക്കുന്ന അനുഷ്ഠാനമാണ് നീന്തുനേർച്ച. റോമിലെ ചരിത്രപ്രസിദ്ധമായ കൊളോസിയത്തിൽ നടക്കുന്ന കുരിശിന്റെ വഴിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇതാദ്യമായി ആത്മീയ വിചിന്തനം തയ്യാറാക്കുന്നു. തന്റെ 11 വർഷത്തെ പത്രോസിന്റെ പിൻഗാമിയായുള്ള പദവിക്കിടെ ഇതാദ്യമായാണ് ദുഃഖവെള്ളിയാഴ്ച നടക്കുന്ന കുരിശിന്റെ വഴി പ്രാർത്ഥന മധ്യയുള്ള ആത്മീയ വിചിന്തനം ഫ്രാൻസിസ് പാപ്പ തയ്യാറാക്കുന്നത്. 2025 ജൂബിലി വർഷത്തോടനുബന്ധിച്ചാണ് ഈ വർഷം മാർപ്പാപ്പ സ്വയമായി ആത്മീയ വിചിന്തനം തയ്യാറാക്കുന്നതെന്ന് വത്തിക്കാൻ അറിയിച്ചു. യുവജനങ്ങൾ സഭയുടെ ജീവനുള്ള പ്രതീക്ഷയാണെന്ന് ഫ്രാൻസിസ് പാപ്പ ക്രിസ്തു ജീവിക്കുന്നു എന്ന അപ്പസ്തോലിക പ്രബോധനത്തിന്റെ 5ാം വാർഷികത്തോടനുബന്ധിച്ച് യുവജനങ്ങൾക്ക് നൽകിയ സന്ദേശത്തിലാണ് പാപ്പ ഇക്കാര്യം ഊന്നി പറയുന്നത്. ഒപ്പം ഒരു സുഹൃത്തിനെ പോലെ യേശുവിനോടൊപ്പം സഞ്ചരിക്കാനും പ്രശ്നങ്ങളും പോരാട്ടങ്ങളും അവനോട് പങ്കിടാനും പാപ്പ സന്ദേശത്തിൽ യുവജനങ്ങളോട് ആവശ്യപ്പെട്ടു. പെസഹ വ്യാഴം ദുഃഖവെള്ളി ദിനങ്ങളിൽ വില്ലേജ് ഓഫീസ് തുറക്കണമെന്ന വിചിത്ര ഉത്തരവുമായി തലശ്ശേരി തഹസിൽദാർ. നികുതി പിരിക്കാനാണ് അവധി ദിനങ്ങൾ പ്രവൃത്തി ദിനമാക്കിയതെന്നാണ് തഹസിൽദാർ സർക്കുലറിൽ പറയുന്നത്. ക്രൈസ്തവർ ഏറെ പരിഭാവനമായി ആചരിക്കുന്ന വിശുദ്ധ വാരത്തിലെ അവധി ദിനങ്ങൾ പ്രവൃത്തി ദിനമാക്കുന്ന സർക്കാർ നിലപാടിനെതിരെ നേരത്തെ പ്രതിഷേധം ഉയർന്നിരുന്നു. 219 പേരുടെ മരണത്തിനിടയാക്കിയ അക്രമത്തിൽ പ്രതിഷേധിച്ച് മണിപ്പൂർ സംസ്ഥാനത്തെ കുക്കി സോ ഗോത്രങ്ങളിൽപ്പെട്ട ക്രിസ്ത്യാനികളാണ് വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നില്ലെന്ന് തീരുമാനിച്ചത്. ഗോത്രവർഗക്കാർക്കായി സംവരണം ചെയ്തിട്ടുള്ള മണിപ്പൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതില്ലെന്ന് ഇൻഡിജിനസ് ട്രൈബൽ ലീഡേഴ്സ് ഫോറമാണ് തീരുമാനമെടുത്തത്.